You can share each and every point what is there and you can discuss to your family member also. Okay, just encourage them to say the right of the person. If you say that we are not doing anything, we don't know, that is the critical situation. So only thing we can say ideal person to be cardiac and cardiac arrest. No, sudden cardiac arrest happens sudden every time, right? Without alert, without notice. Okay, cardiac arrest means what is cardiac arrest? Heart attack, cardiac arrest is different. സ്റ്റേണത്തിന് മുകളിൽ നമ്മൾ കൈ വയ്ക്കുക. മനസ്സിലായി? സ്റ്റേണം മനസ്സിലായി? അവിടെ നമ്മുടെ ഏതാണോ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൈ, ഒരു കൈ വെച്ചു അതിന് മുകളിൽ അടുത്ത കൈ വെച്ച് ലോക്ക് ചെയ്യും. അതായത് നമ്മുടെ പ്രഷർ കറക്റ്റ് ആയിട്ട് കൊടുത്താലാണ് കറക്റ്റ് കംപ്രഷൻ ചെയ്തതിന് ശേഷം നമ്മൾ 2 ഇഞ്ചസ്, അതായത് ഒരു സ്റ്റേജിൽ 5 സെന്റിമീറ്റർ കൊണ്ട് മെഷർമെന്റ് അങ്ങനെ 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് താഴ്ത്തി നമ്മൾ കംപ്രഷൻ കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ കറക്റ്റ് ഇയാളുടെ സെന്റർ ഓഫ് ദ ചെസ്റ്റ് നിപ്പിൾ ലൈൻ ആണ് ഇതിലുണ്ട്. ഇത് കറക്റ്റ് സെന്റർ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഹാൻഡ് വെച്ചു, അടുത്ത കൈ കൊണ്ട് ഞാൻ ഇന്റർലോക്ക് ചെയ്തിട്ട് എന്റെ 2 ഷോൾഡറും ഇയാളുടെ കറക്റ്റ് ചെസ്റ്റിലേക്ക് നേരെ വരുന്നു. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട്, കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്തെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ക്ഷീണിച്ചു പോകും, ഇയാൾക്ക് കറക്റ്റ് കിട്ടില്ല, ഇയാൾ മരിച്ചു പോകുകയും ചെയ്യും. അതേസമയം ഞാൻ ഇങ്ങനെ ചാലി കിടക്കുകയാണ്, എന്റെ മൂന്നിലേക്ക് മൊത്തമാണെങ്കിലും എനിക്ക് കറക്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ കറക്റ്റ് 90 ഡിഗ്രി കറക്റ്റ് നമ്മുടെ ഷോൾഡർ ഇതിലാക്കിയ ശേഷം നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. 30 കംപ്രഷൻ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ 30 കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 കംപ്രഷൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ അല്ല, വഴിയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇത് ശരിക്കും വീഡിയോയിലുള്ളത് ഇങ്ങനെ ഇത് കാണിക്കാം. നമുക്ക് ഇത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇയാളുടെ മൂത്ത് പിൻ ചെയ്തതിന് ശേഷം ഓൾറെഡി അയാള് തളർന്നു വീണ് കിടക്കുന്നതുകൊണ്ട് ഇയാളുടെ നാക്കൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രീത്തിങ് ഉള്ളിലേക്ക് എത്തണമെങ്കിൽ മൂക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഉയർത്തണം. ചിൻ ലിഫ്റ്റ് എന്ന് പറയും. ലിഫ്റ്റ് ചെയ്യും. ചിൻ ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാളുടെ മൂക്ക് ഞാൻ പിൻ ചെയ്തിട്ട് ചിൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി കോവിഡ് സിറ്റുവേഷന് ശേഷം നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ട് ഒരാൾക്ക് നമ്മൾ ഇത് കൊടുത്ത അയാൾക്ക് എന്തെങ്കിലും കോവിഡ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വായുവിടെ നമുക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കോളേജിപ്പോൾ വായുവിന് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നോർമലി നമുക്ക് പരിചയം നമ്മുടെ വീട്ടിലൊരാളാണ് നമുക്ക് മൂക്ക് പിൻ ചെയ്തിട്ട് ഉയർത്തിയതിന് ശേഷം ഫുള്ള് കവർ ചെയ്തിട്ട് 2 കത്ത് കൊടുക്കുക. സ്റ്റേജിലാണെങ്കിൽ കൊടുക്കണം, കംപ്രഷൻ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മൂക്ക് പിൻ ചെയ്യുക, ഹെഡ് ചിൻ ലിഫ്റ്റ് ചെയ്യുക, അതിനുശേഷം 2 ബ്രത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കംപ്രഷനിലേക്ക് വരിക. ഇത് 5 സൈക്കിൾ നമ്മൾ ചെയ്യണം. 5 തവണ, 5×350 കംപ്രഷൻ നമ്മൾ ചെയ്യണം. മനസ്സിലായോ? കംപ്രഷൻ കൊടുക്കുമ്പോൾ ഇതിലേക്ക് വരും. അതിനുശേഷം നമ്മൾ പൾസ് ചെയ്യുക, പൾസ് നോക്കുക. അതാണ് ഇതിന്റെ മെത്തേഡ്. പൾസ് ചെക്ക് ചെയ്തു ഉടനെ ഇല്ല, 2 ഇല്ല, പക്ഷേ അതിനുശേഷം നമ്മൾ കൈ വെച്ചു കൊടുക്കും. 1, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. പാഡ് അപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ ഒരു പാഡ് ഉണ്ട്. പാഡ് ഉണ്ടാവും. ഇതിന്റെ ഡയഗ്രാം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ട് എവിടെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പാഡ് നോക്കിയിട്ട്
കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാഡ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് നമ്മൾ പറിച്ചിട്ടാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇത് പറിച്ചതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യുന്നു. പാഡ് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. രണ്ട് ഈ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ ചെയ്യേണ്ടത്. നമ്മൾ പവറിന്റെ താഴെയായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു. രണ്ടാമത്തെ കൊടുത്തിട്ട് നമ്മളുടെ ഫുള്ളായിട്ട് താഴെയായിട്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തു. അതായത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തതിനു ശേഷം പിന്നെ പറയുന്നത് പ്ലഗ് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്തു. പാഡ് അറ്റാച്ച് ചെയ്തതിനു ശേഷം പ്ലഗ് കണക്ട് ചെയ്തു. ഇയാളുടെ ഹാർട്ട് റിതം ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പേഷ്യന്റിന്റെ ഹാർട്ട് റിതം ഇയാൾ അനലൈസ് ചെയ്യാണ്. പേഷ്യന്റ് ആരും തൊടരുത്, കാരണം നമ്മൾ ഇയാൾ CPR കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇയാള് കംപ്രഷൻ കൊടുക്കുമ്പോൾ ECG കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇയാൾ തൊടാൻ പാടില്ല. ആരും പേഷ്യന്റ് തൊടരുത്. ഇത് ഹാർട്ട് റിതം അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഞാൻ എഴുതി കൊണ്ടുവന്നാണ് പറയുന്നത് ക്ലിയർ, എല്ലാവരോടും ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ മാറുന്നു. അപ്പൊ ഹാർട്ട് റിതം അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ. Shock advised. Charging. ഷോക്ക് അഡ്വൈസ് ചാർജ്. അതായത് ഇയാളുടെ ഷോക്ക്, ഇയാളുടെ ECG ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. ഇയാൾക്ക് ഷോക്ക് ആദ്യം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അബ്നോർമലായിട്ട് ഇയാൾ പോകുമ്പോൾ നമ്മൾ ഷോക്ക് കൊടുത്തിട്ട് അത് റീസ്റ്റോർ ചെയ്യാണ്. അപ്പൊ ഷോക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഷോക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മെഷീൻ ചാർജ് ആവും. ഷോക്ക് കൊടുക്കുമ്പോൾ അപ്പൊ ഇത് ചാർജിങ് എന്ന് പറയും. Stay clear of patient. Deliver shock now. Press the orange button. ഓക്കെ, ഷോക്ക് കംപ്ലീറ്റ് ആയി. അതായത് അല്ല, ചാർജിങ് കംപ്ലീറ്റ് ആയി. ഇത് ഷോക്ക് കൊടുക്കുന്നത് ചാർജ് ആണല്ലോ. ചാർജിങ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ ചാർജിങ് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഓറഞ്ച് ബട്ടൺ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇതാണ് ഷോക്ക് ബട്ടൺ. അപ്പൊ ഷോക്ക് കൊടുക്കുന്നതിനാണ് ബട്ടൺ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഞാൻ പെട്ടെന്ന് ഇയാൾ ഓൾറെഡി കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഞാൻ ഇത് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ ഷോക്ക് കിട്ടും. കാരണം ഓൾറെഡി നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഷോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ക്ലിയർ വരുന്നതിന് ശേഷം നമ്മൾ ഈ ഷോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഷോക്ക് കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിലേക്ക് പോകും. അയാളുടെ അബ്നോർമൽ ആയിട്ടുള്ള റിതം നോർമൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷോക്ക് കൊടുക്കുന്നതിന് മുമ്പ് ക്ലിയർ പറയാം. ഹാർട്ട് റിതം അനലൈസ് ചെയ്യുമ്പോൾ ക്ലിയർ പറയാം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. Deliver shock now. Press the orange button. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ, എവരിബഡി ക്ലിയർ പറഞ്ഞിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യും. കാരണം ഞാൻ എന്തായാലും നോക്കണം, ആരും നോക്കിയിട്ടില്ല, പേഷ്യന്റ് നോക്കിയിട്ടില്ല. Press the orange button now. Shock delivered. ഷോക്ക് കൊടുത്തു. Begin CPR. CPR നമ്മൾ അത് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചൈൽഡ് നമ്മൾ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഫന്റിന്റെ ഏജ് ഗ്രൂപ്പ് 0 to 1 ഇയർ, ഒരു വയസ്സ് വരെയാണ് നമ്മൾ കുട്ടിയുടെ ഇൻഫന്റ് എന്ന് പറയുന്നത്. 1 ഇയർ, ഒരു വയസ്സ് മുതൽ പുബർട്ടി. പണ്ട് നമുക്കൊരു ഏജ് അഡൽട്ടാണെങ്കിൽ 18 ഇയേഴ്സ് ആണ് പറയുക, 18 വയസ്സാണെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഏജ് പറയുന്നത് പുബർട്ടി. നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് വരാൻ ഒരു കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കമർഷൻ കൊടുക്കാം. ചൈൽഡ് ആകുമ്പോൾ അഡൽട്ട് നമ്മൾ രണ്ട് കൈ കാണുന്നത്, ഇത് ഒരു കൈ വെച്ച് ചെയ്യാം. ഇൻഫന്റിലേക്ക് വെക്കുന്ന സമയത്ത് തീരെ ചെറുതായതുകൊണ്ട് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ടാണ് 2 ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ കമർഷൻ കൊടുക്കുക. ബാക്കി എല്ലാ മെത്തേഡും കറക്റ്റ് ആണ്. 2 ഫിംഗർ വെച്ചിട്ട് നമ്മൾ കമർഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ ആ കുട്ടിയെ നെറ്റ് സർക്കിൾ ഇല്ല, ഇങ്ങനെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ കൈ പിടിക്കുക, ഈ 2 വരൽ പിടിച്ചിട്ട് നമുക്ക് കമർഷൻ കൊടുക്കാം. 1 2 3 4 5 അങ്ങനെ 30 കമർഷൻ നമ്മൾ കൊടുക്കണം. ഇൻഫന്റ് ആണെങ്കിൽ 2 ഫിംഗർ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഈ കുട്ടിയുടെ ഇത്രയും ചെസ്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് 2 കൈ അഡൽട്ട് ചെയ്യുന്നവർ ചെയ്യാൻ പറ്റുന്നത് അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ വ്യത്യാസം, മാറ്റിയൊന്നുമില്ല. കറക്റ്റ് സെയിം തന്നെ, സെയിം ആണെന്ന് നോക്കുന്നു, നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. ഈ കുട്ടിയാവുന്ന സമയത്ത് ഇൻഫന്റ് ആകുമ്പോൾ നമ്മൾ കാലിലാണ് തട്ടി പിടിക്കുന്നത്. കാരണം നമുക്ക് ഷോൾഡറിൽ അഡൽട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാലിൽ നമ്മൾ ടാപ്പ് ചെയ്യും, യൂസ് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഒരു റെസ്പോൺസ് ഉള്ളത്. അപ്പോൾ ഇത് റെസ്പോൺസ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൾസ് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക് പൾസ് ആണ്. കുട്ടിയുടെ കൈയുടെ താഴെയായിട്ട് നമുക്ക് പൾസ് എടുക്കാം. ഇത് നല്ല വർക്കിലൊക്കെയാണ് നമുക്ക് തരപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മളിത് പെട്ടെന്ന് ഇവിടെ പൾസ് ചെക്ക് ചെയ്യുന്നു. എത്ര സമയം? സെയിം തന്നെ. എത്രയായിരിക്കും പൾസ് ചെക്ക് ചെയ്യുന്ന സമയം? 5 to 10 സെക്കൻഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. പൾസ് ഇല്ല, ഉടനെ നമ്മൾ ആക്ടിവേറ്റ് എമർജൻസി ചെയ്യുന്നു. കമർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കമർഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുട്ടിയാകുമ്പോൾ
ടു ഫിംഗർ രണ്ട് കൈ കൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തെറ്റി കംപ്രഷൻ കൊടുക്കുന്നു, ചുമത്ത് നമ്മൾ നേരെ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എൻസർട്ട് ചെയ്യുക, കുട്ടീനെ പുറകെ പിടിക്കുക. ഈ രണ്ട് പേരിലാണ് വരുന്നത്. നമ്മൾ 1 2 3 4 5 കംപ്രഷൻ കൊടുക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് അടുത്ത് ഇതിന് നമുക്ക് വ്യത്യാസം വരുന്നില്ല. ഇതിന് മാത്രമാണ് ടു ഫിംഗർ വരുന്നത്. ബാക്കിയൊന്നും നമ്മൾ ഓൾറെഡി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ് അയാളെ ഒരു മാനേജ്മെന്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇയാളാണ് ഒരാൾ വരികയാണെങ്കിൽ The sign of choking is how you hold the neck with the clutch in both the hand, right? ഓൾറെഡി ചോക്കിംഗ് നമ്മൾ ഒരു യൂണിവേഴ്സൽ സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ഞാൻ നിങ്ങളോട് കൈ വെച്ചു എന്താണ് ചോദിക്കുക, എന്താണ് പ്രശ്നം? ആ ചോക്കിംഗ് സംസാരിക്കില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്തായാലും അങ്ങനെ തൊണ്ടയിൽ ഒബ്ജക്റ്റ് കുടിക്കുകയാണ് സിമ്പിളായിട്ട് സംസാരിക്കുന്നത് അറിയാലോ. അപ്പൊ എന്താണ് പ്രശ്നം വെച്ചാൽ അതുപോലെ ഇപ്പോൾ ആരും തരില്ലല്ലോ. അപ്പൊ അതൊരു പ്രശ്നമില്ല. Okay, think you are eating some groundnuts. Okay, sometimes you are eating groundnuts, and sometimes you are eating fast. Okay, when you are eating fast, some groundnuts will be obstructed. Okay, what are you going to do? Are you trying to cough, right? You are coughing louder. That is a mild choking, not severe. You are able to cough, or you can some pose can be given. Okay, that is not severe. Okay, when the severe obstruction means the obstruction object will be obstructing the airway. You are not able to breathe. Okay, your skin color will turning to blue. Kind of thing. Okay, so what to do? You have to go behind the victim. He will hold the neck with both the hand. This is a sign of choking. What you do? You just directly go behind and push his leg one forward, and one hand you have to make a fist. Okay, make a fist from the one hand, place it on the navel, and from the other hand you have to push the thrust object. Okay, that is abdominal thrust. Okay, we forcefully relieve the thrust. Okay, forcefully we have to relieve the thrust. That is the indication to relieve the choking object. And you can give the back blows from the shoulder blades. You can slap. Okay, bend and slap. The object can be relieved. മനസ്സിലായി. അതായത് ഒബ്ജക്റ്റ് കുടുങ്ങിയിട്ട് അയാൾക്ക് സംസാരിക്കാനോ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അയാളുടെ പുറകിൽ വന്നിട്ട് കാല് നമ്മൾ അയാളുടെ രണ്ട് കാലിനാണ്. കാരണം അയാൾ എപ്പോ വേണമെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീഴാം. അപ്പൊ വീഴുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വീഴും. അപ്പൊ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അയാളുടെ അബ്ഡോമിനൽ കൊടുത്തിട്ട് നമ്മളിങ്ങനെ പഞ്ചി തൊഴിയുന്ന പോലെ ഇങ്ങനെ മുകളിലേക്ക് അത് പുറത്തേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലായി. പുറത്തേക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തിയായിട്ട് പ്രസ് ചെയ്യാം. മനസ്സിലായി. അപ്പോൾ അത് ഇങ്ങനെ ആവുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് പുറത്ത് പോകും, അല്ലെങ്കിൽ അയാൾ കുറെ നേരം അയാൾക്ക് ശ്വാസം കിട്ടാതെ ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ പുറത്തു പോകാണ്ട്. അപ്പൊ ഒന്നെങ്കിൽ അയാൾ വീഴും. വീഴുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അൺറെസ്പോൺസീവ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ? അല്ല, ഞാനിവിടെ വിടാൻ പോവാണ്. അൺറെസ്പോൺസീവ് എന്ത് ചെയ്യും? റെസ്പോൺസ് ഇല്ലാണ്ടാവുന്ന ആൾക്കാർക്ക് എന്താ നമ്മൾ ചെയ്യാൻ? CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ എന്താ 30 കംപ്രഷൻ CPR കൊടുക്കും. പിന്നെ നമ്മൾ സാധാരണ 2 ബ്രെത്ത് കൊടുക്കില്ലേ? 30 കംപ്രഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചോക്കിംഗ് ആവുമ്പോൾ എക്സ്ട്രാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അയാളുടെ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. കാരണം നമ്മൾ അത്രയും കംപ്രഷൻ കൊടുത്തപ്പോൾ ആ ഒബ്ജക്റ്റ് വന്ന് മൗത്തിന്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കത് കാണുകയാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് കളയുക. അപ്പൊ കണ്ടില്ലെങ്കിൽ നമ്മൾ കയ്യിട്ട് ചെയ്യേണ്ടതാണ്. ഉണ്ടോന്ന് അറിയാൻ തപ്പി നോക്കണ്ട. കണ്ടിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എടുത്ത് പുറത്ത് കളയുക, ബ്രെത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അഡൽട്ട് ചെയ്യുക. മനസ്സിലായി? അതായത് നമ്മൾ ഒരാളെ ചോക്കിംഗ് ആണെങ്കിൽ അയാൾ കഴുത്തി ഇങ്ങനെ പിടിച്ച് ശ്വാസം പുറത്ത് നമ്മുടെ മുകളിലായിട്ട് നമ്മൾ കൈ ഫിസ്റ്റ് നമ്മളിങ്ങനെ കൈ പിടിച്ച് ഇതുപോലെ വെച്ചിട്ട് അടുത്ത കൈ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലായില്ല വഞ്ചി കൈ കൊള്ളുക. നമ്മൾ നല്ല പ്രഷറിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രഷറിൽ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് പുറത്തു പോകും, അല്ലെങ്കിൽ അയാൾ കൊളാപ്സ് ആയിട്ട് നിരത്തി വീഴും. കൊളാപ്സ് ആകുമ്പോൾ അയാൾ കിടക്കുക, CPR സ്റ്റാർട്ട് ചെയ്യുക. ഓരോ 30 കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കളയുക. അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം. ഒബ്ജക്റ്റ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് കളയുക, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വന്നു, ഒബ്ജക്റ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കുട്ടിയെ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഉടനെ കുട്ടീനെ തിരിച്ച് കിടക്കുക. തിരിച്ച് കിടത്തിയിട്ട് മൗത്ത് കവർ ചെയ്ത്
ഒബ്ജക്റ്റ് പുറത്ത് കൊണ്ടുപോകും. നമ്മൾ ഈ കുട്ടിയെ നമ്മുടെ ഈ കയ്യിൽ ഒരു ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10 kg ഒരു വയസ്സിന് താഴെ കുട്ടി 19 വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ രണ്ട് കൈ കിടന്നു, കാരണം ശ്വാസം കിട്ടാതെ കുട്ടി ഈ കിടക്കുന്ന പോലെ കിടക്കില്ല ഒരു കുട്ടിയോട്. അത് ആ ഒരു വെപ്രാളത്തിലായിരിക്കും. പിന്നെ പാരന്റ് എന്ന രീതിയിൽ നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾ ടെൻഷനായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഇങ്ങനെ തിരിച്ച് കിടത്തിയിട്ട് ഈ കൈ ഇവിടെ മൗത്ത് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് താഴെ കിടത്തിയിട്ട് ഈ രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ നടുക്കായിട്ട് നമ്മൾ 5 ബാക്ക് സ്റ്റാപ്സ് എന്ന് പറയും. 5 തവണ 1 2 3 4 5 കൊടുത്തു. 5 തവണ കൊടുത്തിട്ട് കുട്ടീനെ ഹെഡ് സപ്പോർട്ട് ചെയ്തിട്ട് അതേപടി ഇപ്പുറത്തെ കാലിലേക്ക് നമ്മൾ വെക്കും. ഇപ്പുറത്തെ കാലിലേക്ക് വെച്ച് നമ്മൾ ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കുക. 2 ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ ചെസ്റ്റിൽ 1 2 3 4 5. പിന്നെ നമ്മൾ വീണ്ടും കുട്ടീനെ തിരിച്ച് കിടക്കുന്നു. 1 2 5 കൊടുക്കുന്നു, 5 കൊടുക്കുന്നു. പിന്നെ ഈ കുട്ടിയെ അൺറെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുട്ടീനെ നേരെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് സർഫേസിൽ കൊടുക്കുന്നു. സിഗർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചോക്കിംഗ് ആണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യണം? സിഗർ കൊടുത്തിട്ട് ഫ്രണ്ടിന്റെ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് കളയണം. ഓക്കെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. രണ്ട് തരത്തിൽ നമ്മളെ വളരെ ഭംഗിയായി സ്റ്റേജിൽ തന്നു. കൂടാതെ കൊച്ചുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെ പറ്റി വിശദീകരിച്ചു നമുക്കൊരു എല്ലാവർക്കും മനസ്സിലായി കാണുകയായിരിക്കും. ഇതിൽ നല്ല രീതിയിൽ പ്രശാന്ത് സാൻഡോ പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് ഭാഗം ഞങ്ങളുടെ സ്റ്റാഫുകളുടെ ഭാഗം നിങ്ങൾ ചെയ്തിരുന്ന നല്ലൊരു എന്താ പറയുക ഞങ്ങൾ ഈ ഫീൽഡ് അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് വളരെ സുതാര്യമായി പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.